ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹസമ്പർക്ക രാമായണം രണ്ടാം ദിവസം. വാത്മീകി മഹർഷിയാൽ വിരചിതമായിട്ടുള്ള രാമായണത്തെ അധികരിച്ചുകൊണ്ട് വിവിധ ഭാഷകളിലും വിവിധ ദേശങ്ങളിലും വിവിധ രാജ്യങ്ങളിലുമായി നിരവധി രാമചരിതങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ മെച്ചപ്പെട്ടവയിൽ ഏറ്റവും മെച്ചപ്പെട്ടതായ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് കർക്കടക മാസത്തിൽ നാം മലയാളക്കരയിൽ പാരായണം ചെയ്യപ്പെടുന്നത്. ബാലകാണ്ഡത്തിലെ ശ്രീരാമസ്തുതിയിൽ നിന്ന് തുടങ്ങി യുദ്ധകാണ്ഡത്തിൽ എത്തിച്ചേരുന്ന നമ്മൾ രാമരാവണ യുദ്ധവും കഴിഞ്ഞ് ശ്രീരാമാദികൾ അയോധ്യയിൽ പ്രവേശിക്കുകയും പിന്നീട് അയോധ്യയിലെ മഹാരാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്ത ശേഷം ശ്രീരാമചന്ദ്രൻ്റെ മാതൃകാ രാജ്യപരിപാലനത്തിന് ശേഷം ശ്രീരാമ ചക്രവർത്തിയുടെ രാജ്യഭാരബലത്തോടുകൂടിയും രാമായണത്തിൻ്റെ ബലശ്രുതിയോടുകൂടിയുമാണ് രാമായണ പാരായണം സമാപിക്കാറുള്ളത് എന്ന് ആമുഖമായി പറയുകയാണ്. തൻ്റെ പ്രിയപത്നിയായ പാർവതീദേവിക്ക് ശ്രീ പരമേശ്വരൻ കൈലാസത്തിൽ മനോഹരമായിട്ടുള്ള കൈലാസത്തിലെ സ്വച്ഛന്ദസുന്ദരമായിട്ടുള്ള ഒരിടത്ത് വെച്ച് രാമചരിതം പറഞ്ഞു കൊടുക്കുകയാണ്. ആ രാമചരിതം കേട്ട് നാം എത്തിച്ചേരുന്നത് അയോധ്യയിലേക്കാണ്. നയനമനോഹരമായ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അയോധ്യ. അയോധ്യ എന്ന നാമത്തിൻ്റെ അർത്ഥം തന്നെ യുദ്ധമില്ലാത്തിടം എന്നാണ്. അക്കാലത്ത് മറ്റെല്ലാ രാജ്യങ്ങളും അയോധ്യയുടെ മേൽക്കോയ്മ അംഗീകരിച്ചിരുന്നു എന്നാണ് സാരം. സൂര്യപുത്രനായ വൈവസ്വത മനുവാണ് ഈ നഗരം നിർമ്മിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ മകൻ ഇക്ഷ്വാകുവാണ് അയോധ്യ കേന്ദ്രമാക്കി സൂര്യവംശം സ്ഥാപിച്ചിട്ടുള്ളത്. നഗരം സ്ഥാപിച്ചിട്ടുള്ള സൂര്യപുത്രനായ വൈവസ്വതുവിനെ അനുസ്മരിച്ചുകൊണ്ട് സൂര്യവംശം എന്ന പേരിലും വംശസ്ഥാപകനായ ഇക്ഷ്വാകുവിനെ അധികരിച്ചുകൊണ്ട് ഇക്ഷ്വാകു വംശമെന്നും ഈ രാജ്യം അറിയപ്പെട്ടു. പിന്നീട് ആ രാജപരമ്പരയിൽ രഘു എന്ന അതിപ്രശസ്തനായ മറ്റൊരു രാജാവ് രാജ്യഭാരം നടത്തിയതിൻ്റെ ഫലമായി ഈ വംശത്തിന് രഘുവംശം എന്നുകൂടി പേര് വന്നു ചേർന്നു. വംശസ്ഥാപകനായ ഇക്ഷ്വാകുവിന് പുറമെ നിമി, പുരഞ്ജയൻ, യുവനാശ്വൻ, മാന്ധാവ്, അംബരീക്ഷൻ, മുചുകുന്ദൻ, അനാരണ്യൻ, സത്യവ്രതൻ അഥവാ ത്രിശങ്കു, ഹരിചന്ദ്രൻ, സഖരൻ,
ദിലീപൻ, ഭഗീരഥൻ, ഋതുപർണൻ, കൽമഷബാധൻ, ഗഡ്വാങ്കൻ, രഘു, അജൻ, നേമി എന്നിങ്ങനെയുള്ള മഹാരഥന്മാർ ശ്രീരാമചന്ദ്രന് മുമ്പായി അവിടം ഭരിച്ചിരുന്നു. ഇവരെല്ലാവരും അതിബുദ്ധിശാലികളും രാജ്യതന്ത്ര പരിപാലകന്മാരും ഭരണവിദഗ്ധരും അതിനു പുറമെ പ്രജാക്ഷേമ തൽപരരുമായിരുന്നു. അങ്ങനെയുള്ള അയോധ്യയിൽ ശ്രീരാമജനനത്തിന് മുമ്പ് സംഭവിച്ചിട്ടുള്ള മഹത്തരമായ ഒരു സംഭവത്തിലേക്ക് നാം ഇപ്പോൾ കടന്നു ചെല്ലുകയാണ്. അക്കാലത്ത് അയോധ്യ ഭരിച്ചിരുന്നത് നേമി എന്ന് പേരായിട്ടുള്ള അതിപ്രശസ്തനായ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന് 3 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. കീർത്തിമാനായ ആ ചക്രവർത്തി രാജ്യഭരണത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിരന്തരം നിർവഹിച്ചു കൊണ്ടിരിക്കവേ സ്വൽപ്പം ഉല്ലാസവും വിശ്രമവും വേണമെന്നാഗ്രഹിക്കുകയും അതിൻ്റെ ഫലമായി വനാന്തരങ്ങളിൽ അധിവസിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരു ഉല്ലാസയാത്ര എന്ന പോലെ. രാജാവിൻ്റെ ഇംഗിതപ്രകാരം സുവർണരഥം ഒരുക്കപ്പെട്ടു. ആ രഥത്തിലേറി മഹാരാജാവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രാണേശ്വരിയുമായ കേകയത്തിലെ പുത്രിയുമായി വനാന്തരങ്ങളിലേക്ക് ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി പോവുകയാണ്. വനത്തിൽ എത്തിച്ചേർന്ന മഹാരാജാവും രാജപത്നിയും മനസ്സ് തുറന്ന് ശരീരത്തിൻ്റെ ക്ലേശതകളൊക്കെ മറന്ന് ഉല്ലാസത്തിൽ ആറാടിക്കൊണ്ടിരിക്കവേ മൃഗയാവിനോദം സവിസ്തരം നടത്തിക്കൊണ്ടിരിക്കവേ കാട്ടിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കവേ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. സ്വർഗാധിപനായിട്ടുള്ള ദേവേന്ദ്രൻ വളരെ മ്ലാനവദനായി മഹാരാജ നേമിയുടെ മുൻപാകെ എത്തിപ്പെടുകയാണ്. ദേവേന്ദ്രൻ്റെ ആ അവസ്ഥ കണ്ട് മനം നൊന്തുപോയ നേമി അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ ദേവേന്ദ്ര, അങ്ങേക്ക് എന്താണ് പറ്റിയിട്ടുള്ളത്? ദേവേന്ദ്രൻ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ശംഭരൻ എന്ന് പേരായിട്ടുള്ള അതിഘോരനായ രാക്ഷസൻ സ്വർഗം ആക്രമിച്ച് കീഴടക്കിയിരിക്കുന്നു. താൻ ഉൾപ്പെടെ സ്വർഗത്തിലെ ഏവരും തന്നെ പലായനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പർവ്വതങ്ങളിലും മലമടക്കുകളിലും ഗുഹകളിലും കാനനങ്ങളിലുമായി ദേവപ്രജകൾ അവരുടെ ജീവനും കൊണ്ട് കഴിയുകയാണ്. ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് മോചനം ആഗ്രഹിച്ചുകൊണ്ടാണ്, അതിനുള്ള വഴി തേടിക്കൊണ്ടാണ്, അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ദേവേന്ദ്രൻ്റെ ഓരോ വാക്കിലും ഓരോ നോക്കിലും അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയതയുടെ ഭാവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഒട്ടും തന്നെ താമസിച്ചില്ല നേമി ചക്രവർത്തി. അദ്ദേഹം ആ വനാന്തരത്തിൽ നിന്ന് തന്നെ തൻ്റെ പ്രിയ പത്നിയോടുകൂടി സ്വർഗത്തിലേക്ക് ദേവേന്ദ്രനോട് കൂടവേ പോവുകയാണ്. അവിടെയാണെങ്കിലോ ശംഭരൻ്റെ മഹാസൈന്യം എന്തിനും തയ്യാറായി നിൽക്കുകയാണ്.
ആ വമ്പിച്ച സൈന്യത്തോട് നേമി ചക്രവർത്തി ഏകനായി യുദ്ധത്തിൽ പ്രവേശിക്കുന്നു. അതിഗംഭീരമായ യുദ്ധമാണ് നടക്കുന്നത്. നേമിയുടെ കരുത്ത് ബോധ്യപ്പെട്ട ശംഭരൻ തൻ്റെ മായ കൊണ്ട് 10 ശംഭരന്മാരായി മാറുകയും ഒരേ സമയം 10 ദിക്കിൽ നിന്നും നേമിയെ ആക്രമിക്കുകയുമാണ്. യുദ്ധവിദഗ്ധനും യുദ്ധതന്ത്രജ്ഞനും അതീവ വീരനുമായിട്ടുള്ള നേമി ഒട്ടും താമസിയാതെ 10 ദിക്കിലെ ശംഭരന്മാരെ അതിവിദഗ്ധമായി 10 ദിക്കിലേക്കും യുദ്ധത്തെ നയിച്ചുകൊണ്ട് പരാജയപ്പെടുത്തുകയും വധിച്ചു കളയുകയുമാണ്. അനന്തരം ദേവേന്ദ്രന് സ്വർഗലോകത്തിൻ്റെ ആധിപത്യം വീണ്ടെടുത്തു കൊടുക്കുകയുമാണ്. നേമിയുടെ വീരോചിതമായ ആ സംരംഭത്തെ അനുമോദിക്കുന്നതിന് വേണ്ടി ദേവലോകത്ത് അതിവിപുലമായ ഒരു സഭ വിളിച്ചുകൂട്ടുകയാണ്. ആ സഭയിൽ ബ്രഹ്മദേവൻ ഉൾപ്പെടെ ദേവേന്ദ്രാദികൾ ഉൾപ്പെടെ നാരദാദികൾ ഉൾപ്പെടെ മഹത്തരമായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുകയാണ്. ആ സഭയിൽ വെച്ച് ബ്രഹ്മാവ് നേമി ചക്രവർത്തിയുടെ സാമർത്ഥ്യത്തെയും യുദ്ധവൈദഗ്ധ്യത്തെയും ബുദ്ധിശക്തിയെയും ധീരതയെയുമൊക്കെ അതിവിശദമായി പറഞ്ഞ് അദ്ദേഹത്തെ അനുമോദിച്ചു. മാത്രമല്ല, ആ സഭയിൽ വെച്ച് ബ്രഹ്മാവ് പറയുകയാണ്, അല്ലയോ നേമി ചക്രവർത്തി, അങ്ങേക്ക് പകരം മറ്റൊരു യോദ്ധാവ് ഇപ്പോഴില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അങ്ങയുടെ യുദ്ധവൈദഗ്ധ്യത്തിന് മുമ്പിൽ, ധീരതയ്ക്ക് മുമ്പിൽ, വീരതയ്ക്ക് മുമ്പിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇതാ അങ്ങേക്കായി ഒരു ബിരുദം ഈ സഭയിൽ വെച്ച് സമ്മാനിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ നേമി ചക്രവർത്തിയെ ദശരഥൻ എന്ന ബഹുമതിയോടെ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. ആ നിമിഷം മുതൽ നേമി ചക്രവർത്തി ദശരഥനായി അറിയപ്പെടുകയാണ്. ആ ദശരഥ മഹാരാജാവിൻ്റെ അയോധ്യയിലേക്കാണ് നാം പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. ദശരഥ മഹാരാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാവരും തന്നെ അതീവ സന്തുഷ്ടരാണ്. ലോകം മുഴുവൻ അയോധ്യയുടെ ആധിപത്യം അംഗീകരിച്ചിരിക്കുകയാണ്. സമ്പത്ത് അവിടെ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. യാതൊന്നിനും തന്നെ അവിടെ ക്ഷാമം ഉണ്ടായിരുന്നില്ല. പ്രശസ്തിയിൽ നിന്ന് പ്രശസ്തിയിലേക്ക് അയോധ്യ ഉദിച്ചുയരുകയാണ്. അങ്ങനെ ഇരിക്കുകയാണെങ്കിലും ആ രാജാവിന് അതിയായ ദുഃഖം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശേഷം രാജ്യം ഭരിക്കാൻ ഒരു പുത്രനില്ല. അതാണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ദുഃഖം. ആദ്യ ഭാര്യയിൽ പുത്രനില്ലാത്തതുകൊണ്ട് രണ്ടാമതും മൂന്നാമതും ഓരോ വേളി കഴിച്ചു നോക്കി. അതിലൊന്നും തന്നെ ദശരഥ മഹാരാജാവിന് പുത്രന്മാർ ഉണ്ടായതേയില്ല. ആ ദുഃഖവും പേറി അദ്ദേഹം തൻ്റെ രാജ്യഭാരം നടത്തിക്കൊണ്ടിരിക്കവേ തന്നെ മനം മടുത്ത് ഒരിക്കൽ തൻ്റെ ദുഃഖഭാരം കുലഗുരുവായ വസിഷ്ഠർ മുൻപാകെ സമർപ്പിക്കുകയാണ്. ത്രികാലജ്ഞാനിയായ വസിഷ്ഠ മാമുനി
രാജാവിൻ്റെ ദുഃഖപരിഹാരാർത്ഥം ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ്. മഹാരാജാവേ, സന്താന ലാഭത്തിനായി പുത്രകാമേഷ്ടി എന്ന മഹത്തരമായ കർമ്മം അങ്ങ് നിർവഹിക്കുക. ആ യാഗാനന്തരം അങ്ങക്ക് തീർച്ചയായും പുത്രന്മാരുണ്ടാവും. മഹർഷിയുടെ വാക്കുകൾ കേട്ട് സന്തോഷവാനായ ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടിക്കുള്ള തീരുമാനമെടുക്കുകയാണ്. ഇവിടെ രണ്ടാം ദിവസമായ ഇന്നത്തെ വിവരണം സമാപിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ രാമചരിതങ്ങളിലെ വർണ്ണനകളും സംഭവ പരമ്പരകളും പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം.